ഞാനൊരു സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ അതിലും വർക്കായി കേട്ടോ, അല്ലായിരുന്നെങ്കിൽ എൻ്റെ 150 യൂറോ പോയാണ് ഞാൻ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയേ. അപ്പോൾ വന്നപ്പോഴേക്കാണ് നമ്മുടെ വണ്ടി പണി കിട്ടി. വണ്ടിയുടെ ബാറ്ററിയെല്ലാം ട്രെയിൻ ഔട്ടായി പോയിട്ട് സ്റ്റാർട്ടാകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ രാവിലെ ഇൻഷുറൻസുകാരെ വിളിച്ചപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക് ഡൗൺ കവർ ആഡ് ചെയ്തിട്ടില്ല, മറന്നുപോയതാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി പോകണേ. 150 രൂപ അവർ പറഞ്ഞേ, അല്ലാതെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് തരുന്നതിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ, അതുകൊണ്ട് ചെയ്തേ. ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ സാധാരണ ഹൈബ്രിഡ് വണ്ടിയല്ല, സാധാരണ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നമ്മുടെ രണ്ട് കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ട് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഇത് RAV4 ആണേ. ഹൈബ്രിഡിൻ്റെ ഇത് പോസിറ്റീവും ഇതുണ്ട്, ഇത് റെഡ് പോസിറ്റീവും. ഇതിലൂടെ നെഗറ്റീവ് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് നെഗറ്റീവ് പറ്റുമോ നോക്കാൻ വേണ്ടി പോകണേ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ കൊടുത്തപ്പോൾ ഒരു സ്പാർക്ക് കാണിക്കുന്നു കേട്ടോ. അപ്പോൾ നെഗറ്റീവായിട്ടുണ്ടെന്ന് അറിയാമേ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാവേ. ഓക്കെ, അപ്പോൾ തന്നെ പതിയെ അകത്തോട്ട് കയറിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. എൻ്റെ വണ്ടി സ്റ്റാർട്ടായി കണ്ടോ. അപ്പോൾ ഞാനത് പതിയെ ഊരുവാണേ. ഊരി മാറ്റിയിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഹൈബ്രിഡ് വണ്ടി ഉള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മിക്കപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അറിയത്തില്ല മിക്കവർക്കും. നമ്മുടെ സാധാരണ വണ്ടിയുടെ ബാറ്ററി പോലെ അല്ലല്ലോ, എല്ലാവർക്കും അല്ല, പലർക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പോസിറ്റീവ്. നമ്മുടെ ഈ റെഡ് ഇത് കാണുന്ന പോസിറ്റീവ്. ഇത് ഇവിടെ ഞാനൊരു നെഗറ്റീവ് ഏതെങ്കിലും ഒരു ഇത് കൊടുത്താണേ. അത് കഴിഞ്ഞിട്ട് ഇത് കവർ വരുന്നുണ്ട്. കവർ ഞാൻ ഊരി മാറ്റിയതാണ്. ഇതിനെ ജസ്റ്റ് എടുക്കുക. ഇതേ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഇങ്ങനെ പൊക്കി കൊടുത്താച്ചാൽ മതി. നമ്മുടെ ഇത് ഊരി പോകുന്നുള്ളൂ. ഈ കവർ ക്ലിപ്പ് ഇങ്ങനെ കയറ്റി ഇടുക. ലോക്കായി. ദൂരണമെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഊരി തരുക വേണ്ടോ. ഇങ്ങനെ പുള്ളി ചെയ്തതിൻ്റെക്ക് ഊരിപ്പോരും ലോക്ക്. ഇങ്ങനെ മേലോട്ട് പൊക്കി കൊടുത്താണ്. അപ്പോൾ വേണ്ട നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോകും. കാര്യം അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിപ്പോയില്ല, ഒന്ന് റീചാർജ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ വണ്ടി ആരെങ്കിലും ഹൈബ്രിഡ് വണ്ടികൾ ഓഫായി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. ഇത് എങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സാധാരണ വണ്ടി പോലെ ആണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യം ഞാൻ കാണിച്ചില്ല. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൻ്റെ അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഞാൻ കണ്ടില്ല, ഞാൻ ആ നട്ടില്ല കൊടുത്ത്. ഞാനൊരു സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ അതിലും വർക്കായി കേട്ടോ, അല്ലായിരുന്നെങ്കിൽ എൻ്റെ 150 യൂറോ പോയാണ്. ഞാൻ ഇൻഷുറൻസുകാരെ വിളിച്ചപ്പോൾ 150 യൂറോ പറഞ്ഞത് അവർ കേട്ടോ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.